ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നമ്മുടെ പ്രതിനിധി മേഘന മുരളിയുണ്ട്. മേഘന, ഗുഡ് മോർണിംഗ്. ശരിക്കും കഴിഞ്ഞ വർഷം മേഘന അവിടെ പോയിരുന്നോ ഈ ആറ്റുകാലിൽ പൊങ്കാലിടാനായിട്ട്? ഗുഡ് മോർണിംഗ് SK. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെ അറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ പൊങ്കാലയും അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് അത് ആദ്യ അനുഭവം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഈ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അത് എത്രത്തോളമാണ് തിരുവനന്തപുരംകാർ ഈ ഒരു പൊങ്കാല മഹോത്സവത്തെ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നാണ് പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറുന്നത്. ഇന്ന് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്ക് ഇവിടെ കാണാനുണ്ട്. വിവിധ ചടങ്ങുകൾ രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തോറ്റം പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടി മാർച്ച് 13-നാണ് പൊങ്കാല നടക്കുന്നത്. അതുവരെ ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുന്നു. ഇപ്പോൾ നടയിൽ വെച്ച് അമ്പലത്തിന്റെ ദേവീക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് ഈ തോറ്റം പാട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം 10:30-ക്കാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. നാളെ കുത്തിയോട്ട വ്രതാരംഭം ഉണ്ടാകും. അതിനുശേഷം ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. മാർച്ച് 13-നാണ് പൊങ്കാല. അതായത് ഇവിടെ നിന്ന് ഈ പൊങ്കാല അടുപ്പിൽ നിന്ന് തീ പടരുന്നതോടെ ഇത്തരത്തിൽ വലിയ തരത്തിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള സ്ത്രീകൾ ഈ ഒരു പൊങ്കാല ഇടാനായി ഇത്തരത്തിൽ ഈ ഒരു ക്ഷേത്ര പരിസരത്തേക്കും ഈ തിരുവനന്തപുരം നഗരം ഒന്നാകെ എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരം ഇതിന്റെ ഒരു ആവേശത്തിലും ഒരുക്കത്തിലും തന്നെയാണ്. അങ്ങ് തൊട്ട് ഇങ്ങ് വരെ രണ്ട് സൈഡിലായി അല്ലെങ്കിൽ തെക്കും കിഴക്കും ഒക്കെ തിരുവനന്തപുരം ഭാഗം ഇങ്ങനെ ഈ സ്ഥലങ്ങളടക്കം പൊങ്കാല ഇടാനുള്ള സ്ഥലങ്ങളടക്കം പിടിച്ചു വെച്ചുകൊണ്ട് സ്ത്രീകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നു. കൂടാതെ വിപണിയും സജീവമാണ്. എന്തായാലും ഇന്ന് ഈ ഉത്സവത്തിന് കൊടിയേറുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഒട്ടനവധി സ്ത്രീകളുണ്ട്. എങ്ങനെയാ പൊങ്കാല അനുഭവം? എങ്ങനെയാ പൊങ്കാലിടാൻ വരില്ല ഇത്തവണ? എപ്പോഴും എല്ലാ വർഷവും വരാറുണ്ട്. എന്താ മനസ്സിലെന്താ? മനസ്സിൽ വിഷമങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരുപാട് സ്ത്രീകൾ ഇവിടെ എത്തുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകൾ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ മാർച്ച് 13-ന് പൊങ്കാലയിടും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. കൂടാതെ ഈ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് ഈ ഒരു മാസം തന്നെ, ഈ മാർച്ച് മാസം തന്നെ വലിയ തരത്തിലുള്ള ഒരു ദൃശ്യാനുഭവമായി തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു ആവേശം അത്രത്തോളം ഉണ്ട്. കൂടാതെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ഉണ്ടായിരുന്നതിലടക്കം ഇത്തരത്തിൽ എന്തൊക്കെ സജ്ജീകരണങ്ങൾ നടത്തണം തിരുവനന്തപുരം നഗരത്തിൽ, അത് കോർപ്പറേഷന്റെ ഭാഗമായും സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും ഒക്കെ ഭാഗമായി എന്തൊക്കെ സജ്ജീകരണങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങളടക്കം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ മേഘന മുരളിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു മേഘന.